സീസാക്കി അസ്സലാമലൈക്കും. ഇന്നിപ്പോ നോമ്പറിയും കാര്യൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കുറവുണ്ട്. ഇവിടുത്തെ പോയിട്ടൊന്നുമല്ല, നല്ല തടിയുണ്ട്. അവിടെ കണ്ടില്ലാതെ കുറവുണ്ട്. ഇവിടെ ചെറിയാപ്പൂന് ആകെ ഇത് കടിച്ചിരുന്നു. തേക്ക് പുയ്യാണോ ഒന്ന് കാണാല്ലത് കണ്ണുമ്പി കാണി ഭക്ഷണപ്പോ ഇതൊക്കെ ഇവിടെ വെന്നക്കൂലടി, വെന്നക്കൂലേ അവിടെ കടിച്ചിക്കണോണ്ട്. ഞാൻ ആകെ നോക്കി ടോർച്ച് അടിച്ച് നോക്കി. നിങ്ങൾ ഇവിടെ ഗവേഷണക്കാരിക്കൊക്കെ ഇത് പിടിച്ച എന്റെ ചാനലുണ്ടോ? എന്റെ ചാനലുണ്ടോ? ഊതണം പറയണേ. ഇത് തേച്ച ചൊക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ട് ഫേഷ്യലും കണ്ണൊക്കെ കാക്കൂട്ടോ പറയാൻ പറ്റൂല. ഇതിലാകെ കണ്ണുകൂടെ കടിച്ചിക്കണേ. അപ്പൊ ഒന്നും തട്ടിയിട്ടില്ല. കണ്ടോ? തൊപ്പ കുജാണെങ്കിൽ തൊപ്പ പോവുമല്ലോ മൂത്ത്. അതൊക്കെ നല്ലതാ. ചെയ്യണ്ടില്ലേ? ഇല്ല ഇതിലൊക്കെ ഉണ്ട് മേക്കപ്പ് ചെയ്തതിന് പകരം ഇപ്പൊക്കെ പഠിച്ചൊപ്പൊ ചെറിയപ്പോ ഞങ്ങള് വെറുതെ പറയാനിറക്കേ ഞാനതേപ്പോ അങ്ങനെ പത്തുണ്ട്. ഏതാ ഇവിടെ ഇതാക്കണ പെന്ന് അത് കടിച്ചത് അതിന്റെ രോമം പറ്റിയത്. ഭക്ഷണത്തിന്ന് ഒന്നും തിന്നിട്ടില്ല കാര്യായിട്ടേ. പെരിയിലുണ്ടാക്കിയതാ എന്താ ജ്യൂസ്? വത്തക്ക. അല്ല എന്ത് തിന്നാലും ഓൻ അങ്ങനെ കേൾക്കൂല. വേറെ ഇത് അത് മരപ്പട്ടിന് ഈനാൻ വെച്ചിനൊക്കെ തിന്നു. എന്നിട്ട് വല്ല ഒന്നും ആൾക്കാരെ പിടിച്ചോണ്ടോ എല്ലാം തിന്നു. സുഖണ്ടോ തേച്ചിട്ട്? എന്തേലും ഒരു ആക്കണ്ടോ? ആ പുറത്തിയറിനൊരു കുറവുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ. പൈത്ത് വലുതായി ഇങ്ങനെ അന്നെ പേടിപ്പിച്ചു. നോമ്പൊക്കത്തിന് തലേ ആക്കുന്നപ്പോ നെറ്റിമൊക്കെ ഉണ്ടാക്കി കൊടുത്താ തേച്ചിട്ടല്ലേ ഉള്ളൂ ഉണ്ടാക്കി ചെയ്യും. കഥ കളിക്കാറുണ്ടോ? എവിടെ ഇല്ലേ സാധനണ്ടേ? ഇതിലെങ്ങനെ വന്നിക്കണല്ലോ ഇല്ലേ? ആ ഇവിടെ മോയണ്ടേ. അപ്പൊ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് അവിടെ മോയച്ചവിടെ മുടിയിലുണ്ടേ കാണൂല. ആ കാട്ടിനുള്ളിൽ എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. പുയ്യോ കുത്തി തറച്ചിക്കുക. അതാ തോന്നുന്നുണ്ടേ. ഇത്ര വണ്ണല്ല സാധനല്ലേ? ഇതേ ഓമ നീച്ചിട്ടുണ്ടോ? നിക്കണ നെറ്റില്ല മരത്തിൻ്റോട്ടില്ല നിന്നീനേ. ആ തേക്കിന്റെ അതന്നെയാണേ. തേക്കുമ്പോണ്ടാവുക ഇറച്ചി പുജ്ജേ. ചെറിയ നല്ല ചെറുക്കാൻ തേച്ചത് വേണ്ടായി അറിയില്ലേ? ഇതിനാണ്. കുട്ടിക്ക് ചെറിയ തരി കൂരുണ്ട് മുഖത്ത് കൂടെ അങ്ങനെ. ആണെങ്കിൽ എന്താ മുഖത്തെ വരക്കെ ഇങ്ങനെ പോണ്.
ചിന്നിട്ടാലിട്ടരി അവിടെ അവിടെ എന്റെ കൈത്തിന്നതാ ഓ ചി പറഞ്ഞിട്ടില്ലെങ്കിൽ അവസ്ഥ ആരോട് പറയാം. എട്ടുകാലി മേത്ത എന്താ അവസ്ഥ? ഇതിന്റെ ശരിക്കും അറിയില്ല എന്താ അവസ്ഥന്ന്. എട്ടുകാലി ചുരുളണ ചുരുളടി നമ്മള് ഇങ്ങനെ ആകെ ചുരുണ്ടെക്കും. എങ്ങനെ കടിച്ചാലോ? അങ്ങനെ കേട്ടിട്ടില്ല ഇല്ലേ? ഇതിന്റെ ഇവിടെ ഇതായത് എന്തില്ല നിങ്ങള് ഇടങ്ങാറായിട്ട് അതാകെ വട്ടം വെച്ച് ഇങ്ങനെ വരും. ചൂലെടുത്തോണ്ട് ഇന്നതിനെ ശരിയാക്കാം. അന്ന് പൊരിച്ചതിനെ വേഗം കൊണ്ടുപോയി. അതിന് പോയതല്ലേ നിങ്ങള് വാവാസുരേഷിന് ആൾക്കാരൊന്നും കൊണ്ടുപോട്ടോ. കൊറേ ഇട്ടാലുണ്ട് ഇവിടെ. അപ്പൊ അതിനെ സീറ്റാക്കി ചെറിയ അപ്പൊ ഞങ്ങളിഞ്ഞ് പോട്ടെ. അവിടെ പോയി ചോറ് ഇതൊക്കെ കഴിക്കണം. ഇനി നമുക്ക് പെൽച്ച ബ്ലോഗ് ആയിട്ട് കണ്ടിന്യൂ പോയി കഴിക്കട്ടെ. കഥകളിക്കാരനെ കൊണ്ടോട്ടെയാ ഇപ്പച്ചെത്താട്ടിയേ മേക്കപ്പ് ഇട്ടു. 4 ഇന്ത്യയിലാറ് എത്രയോ ചൊറുക്കുണ്ട് നിങ്ങൾ ഇച്ചിട്ടന്നില്ലാറ്. സെറ്റാ പോയി തമ്മ. ഇതാ നമ്മള് ചങ്ങായി നോമ്പൊക്കെ നോറ്റിക്കണം. നാളെ നോമ്പ് നോക്കണ്ടോ? എല്ലാം കൊഴക്കില്ല. ലാസ്റ്റ് എണ്ണക്കടയൊക്കെ ഉണ്ടാകുന്ന കൈയും കാലും കൊയങ്ങി. എന്തറിയ അപ്പൊ ചോറും കൂട്ടാനും ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയേ. എവിടെ തിരിയണില്ലായിരുന്നു. പത്തിരിയേ ഒന്നാണ് പരത്തിയിട്ടാണ് കറങ്ങണില്ലായിരുന്നു. ഇന്നെന്താട്ടണ് പോയിട്ടോ വിചാരിച്ചാത്ത കലാമി ലോഷനിലെ വരവായി ആഞ്ഞു വന്നിട്ട് മുഖം നോക്കാണ്. എന്താ പാട്? കുറവുണ്ടോ? ആ കുപ്പായ മാറ്റിട്ടില്ലേട്ടോ അവിടെ ഉണ്ടോ? അതിനെ പറയണ് കലാമി ലോഷൻ വാങ്ങി കൊണ്ടുവന്നാ അതേനെ. അവിടെ ഉണ്ടോ? ഇതാ അവിടെ ഉണ്ടോ? അവിടെ അല്ലേ? അപ്പൊ അപ്പങ്ങൾ എന്താ പറയനി? ആകെ ചൊറിഞ്ഞിട്ട് അറിയണ്ടാവൂല അല്ലേ? കുറവുണ്ടോ തേച്ചിട്ട്? ആശുപത്രി പോണോ? ആർക്കും ഞാൻ എൻ്റെ 500 ഉറുപ്പിക കൊടുക്കൂല. ഇവിടെ എന്താണ് പിന്നേറ്റ് കുത്തി തന്നെ? എന്ത് ചൊർക്കില്ല ചങ്ങായിന്. അപ്പൊ നോക്കണ ആ കുപ്പായൊന്നും വായിച്ചിട്ടുള്ളേ. ഇതിനെ പിന്നേറ്റ് ആണോ? ചായ കുടിച്ചല്ലോ നീ? ചായ കുടിച്ചോ? ഞങ്ങള് നല്ല പത്തിരിയും കോഴിക്കറിയൊക്കെ തിന്നിട്ട. അനക്ക് വേണ്ടേ? ഇത് 5 മണിക്ക് നീച്ചതാ. 5 മണിക്ക്. നാളെ ഒച്ച ഉണ്ടാക്കാതെ നീച്ചോണ്ടിട്ടോ. ഓ അള്ളാനോട് പ്രാർത്ഥിച്ച എന്താ പ്രാർത്ഥിച്ച? നമുക്ക് പള്ളിയില് പോയിട്ട് പ്രാർത്ഥിക്കാം. എന്ത് മാറ്റണേന്നോ? എല്ലാവർക്കും മാറ്റണ്ടേ? ചായക്കല്ലേ ഇങ്ങനെ ചെയ്യാൻ ചായക്കുള്ള വെള്ളം വെച്ചോ. ചോറുണ്ട്, കോഴിപ്പൊരി ഉണ്ട്, ചായ നോക്കട്ടെ. ബീച്ചില്ലേ? മുമ്പത്തെ അങ്ങനെ കമാലൊക്കെ പോയോ? നോട്ടെ എന്താ പോകാൻ നോക്കട്ടെ. ചെറിയ കടിയുണ്ട് ഇവിടെ ഉണ്ട്.
ഇവിടത്തെയൊക്കെ പോയി. ഇവിടത്തെയൊക്കെ പോയി കടിച്ചത്. ചൊറിച്ചിലുണ്ടപ്പോൾ ഇവിടെ ആകെ കുരു ഇല്ലേ ഒക്കെ പോയി. നോട്ടെ ചുണ്ടല്ല വേക്കുണ്ട്. നീച്ചത്താ 5 മണിയായി. എല്ലാം നീച്ചിട്ട് അവിടെ നീച്ചാൽ സ്വീപ്പൊക്കെ ഞാൻ തലക്കണിക്ക് വെച്ചിരുന്നു. തോട്ടം മോന്തക്കെട്ട് സ്മൈൽ പ്ലേസ് നല്ല രസമുണ്ട്. ഇത് ഇവിടെ വീക്കും തടസ്സല്ലേ. അല്ലാത്തവിടെ പോയി അങ്ങനെ അറിയണില്ല. പക്ഷെ അവിടെ പോയി കിട്ടും. ഒറ്റക്കണ്ണ വെച്ച് കുത്തിരിക്ക നീച്ച അങ്ങനത്തെ ശരി അറിഞ്ഞിട്ടില്ല. വീഡിയോ വളരെ വളരെ ശരിയാണ്. കുറച്ച് കഴിഞ്ഞാൽ നീച്ച് കിട്ടോ. എന്നത്തെ മാതിരി ഫുഡും കാര്യമൊക്കെ കൊണ്ടുവച്ച് പല്ലിയേക്കാട്ടോ. ചോറുണ്ട്. ഇവിടെ ഒരാൾക്ക് തിന്നിട്ട് പോണില്ല. എൻ്റെ മുഖത്തൊക്കെ അങ്ങനെ നോക്കുന്നു. അല്ല എന്നെ പടിവാതിലൊന്നും തുറന്നു തന്നെ കാണാനില്ല. ഇന്നലെ എങ്ങനെ വെച്ചോളി. ഇന്നലെ നമ്മൾ അടുക്കളയിൽ പാത്രം കൊണ്ടേക്കാണ്. ഞാൻ പാത്രം കേൾക്കാൻ വീട്ടിൽ വന്നെ എഴുതിയിട്ടില്ല. കൊണ്ടെഴുതിയിട്ടുള്ളൂ. അയ്യം പേര് എന്താ പരിപാടി ഇന്ന്? അത് മറക്കട്ടെ. ചിക്കനൊക്കെ തിന്നു. കോഴിക്കോ ഞാൻ പൗഡർ ഇട്ടോളൂ. അവിടെ താടി ഉണ്ടായിട്ടാണ്. അതിലൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടുത്തെ പോയി. അപ്പൊ കുയിന്റെ ഒരു പവർ നിങ്ങൾ ബഹുമാനിക്കണം. കുയിനെ കലാമിലോ ഇന്നലെ എന്നോട് തൊള്ള കമാല് പോകും. കലാമിലോശം നോക്കി തപ്പി എടുത്ത് തിന്നണം. മണ്ടന്മാരുടെ ചോളയൊക്കെ കഴിഞ്ഞ നീച്ചു. അങ്ങോട്ട് മനസ്സിലായില്ല. ചായ ഉണ്ടായി. അങ്ങനെ മുമ്പ് പാത്രങ്ങളും പരിപാടിയൊക്കെ കഴിഞ്ഞ് കുടിച്ചോളം. കുടിച്ചണെന്തൊരു കൈനാര വെള്ളത്തിന് എത്ര പോകോ ഇല്ല. അടുപ്പാറി ആരാണ് ആ കോഴിയാണ്. കോഴിന്റെ ഞാൻ തോന്നണ മുന്തിരി ഉണ്ടായില്ല. ഒന്നാകുമ്പോഴായിട്ടുള്ള ടൈമുണ്ട്. വലിയ വെള്ളം കുടിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. 5:15 അവനായി. ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കുർബാനൊക്കെ ഓതുമ്പത്തിന് ചെറിയ നീച്ചാണെങ്കിലോ വിചാരിച്ചിട്ട് ഇനി നീച്ചിട്ടുണ്ടാവില്ല. കാരണം ഇന്നലത്തെ നീച്ചതിൻ്റെ ക്ഷീണം നല്ലോണ്ട്. അപ്പോൾ ഇനി ബാങ്കെത്തുമ്പോൾ കുറച്ചേരം പോകാനും കാര്യമൊക്കെ ഇവിടെ ഇഷ്ടത്തെ. അപ്പം കുറച്ച് കഴിഞ്ഞാൽ ചെറിയ പള്ളിയിൽ ഓണിട്ടുണ്ട് കേട്ടോ. ഇനി പോയി വന്നപ്പോൾ കഴിയാം. അസ്സലാമലൈക്കും. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ നോമ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ പലിച്ചയാണ് ഇട്ടത്. മാഷാ അല്ലാഹ് നോമ്പൊക്കെ ഉസ്താദായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ടേബിൾ മേടിക്കുക. അറിയതോ ഒരു ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. എന്താടേ
ഹലോ എന്തേ ആ നീച്ചക്കണ് ഇത് നീച്ചോ ഇത് നീച്ചോ എന്നാ തിന്നോട് എനിക്ക് നല്ല പനിയും തലവേദന എടുക്കുന്നുണ്ട്. എന്താ തലവേദന? ഫുള്ളൊന്നല്ല, ചെറിയ രീതി ഇട്ടിട്ടുള്ളല്ലോ. കുട്ടിയേ എങ്ങനെയുണ്ട്? എന്താ അവിടെ എന്താ പൊട്ടിരിക്കണ്? വേ തിന്നോ, വാങ്ങിപ്പോ കൊടുക്കും. കൈക്കോട് എല്ലാ പെരയിലും വെളിച്ചായി. നമ്മളിവിടെയൊക്കെ ഫുള്ള് കാടാട്ടോ. അവിടെ ഒരു പെരയുള്ളൂ ഇപ്പൊ. പിന്നെ ഇവിടെ ചുറ്റിന് പെരാളുണ്ട്, അതല്ല ഈ അടുക്കള ഭാഗത്ത്. രണ്ടാം മെച്ച തിന്നാണ്. നോമ്പൊക്കെ കേട്ടല്ലോ. പിന്നെ ഉസാറല്ലേ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഇന്നലെ കാട്ടിയ ചിക്കൻ പൊരി, പപ്പടം, പിന്നെ ഇന്നലത്തെ കറിയാണ് തേങ്ങ അരച്ച്. താളിപ്പന്നെ ശരിയാവുള്ളൂ അല്ലേ അമ്മ? താളിപ്പില്ലാതെ പെരച്ചോറ് ശരിക്കും ആവുന്നില്ല. അതെന്നാണെങ്കിൽ താളിപ്പന്നെ വേണം. അപ്പം ഞാൻ അതായത് ബാങ്ക് കൊടുക്കുമ്പോൾ ചോറും നട്ടെ. ഇന്നലെ എന്തോ ഒരു കൊതുക അധികം കടിച്ചിരുന്നത്. ഇവരൊന്നും അറിയില്ല. ഞാൻ എത്ര വട്ടം പൊതുപ്പ് വെച്ച് കൊടുക്കണ്ടോ അറിയോ? തട്ടിയിടുക. കൊതുകൾ അങ്ങനെ കടിച്ചതെന്നാണ്. കുഴപ്പമില്ലടാ, ഒന്നും അറിയില്ല. ഉറക്കത്തെ ക്ഷീണം കൊണ്ടേ ഞങ്ങൾക്ക് ആർക്കും പിന്നെ ഫാനും പറ്റൂല. ഇപ്പൊ ഒറ്റക്ക് തിന്നാലേ? ഇപ്പൊ കൊഴപ്പൊന്നുമില്ല. ഇനിയെല്ലാം നോമ്പ് ഇന്നലെ ഇപ്പൊ നോക്കലുണ്ട്. ഈ രാജ്യത്തിൽ എല്ലാരും ഈ നേരത്തെ നീച്ചോലോ പലിച്ചക്ക്. സിനുവിനൊക്കെ നമുക്ക് ഇടങ്ങേറല്ലേ, നമ്മള് പത്തിരി ഉണ്ടാക്കി തിന്നുമ്പോഴൊക്കെ. പാവാണ്, ഓനൊന്നും കിട്ടൂല. ഓനവിടെ എന്തോ ആട് ബിരിയാണി എന്തോ ആണ്. ഇന്നലെ വിളിച്ചില്ലല്ലോ? വിളിച്ചില്ല സീനു ഇന്നലെ? ഇന്ത്യക്കോ? അപ്പൊ ഓനെ നമ്മളെ ഇവിടെ തിന്നണ മാതിരി നോമ്പുറക്കാൻ നേരത്ത് പത്തിരി, ബീഫോ കോഴി ഇങ്ങനെ തേങ്ങ അരച്ച കറിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഒന്നെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ എന്താ ഭൂരി തിന്നേ. പിന്നെ വത്തക്ക് ഫ്രൂട്ട്സൊക്കെ കിട്ടൂലേ? ബിരിയാണിയോ? ഓനെ നമ്മളല്ലോ മിസ് ചെയ്യുന്നുണ്ട് പെലച്ചക്കും നോമ്പ് തുറക്കണ നേരത്തൊക്കെ. ഓൻ വരുന്നുണ്ട് അറിയുന്നുണ്ട്. ഇനി എപ്പോഴാ എന്താന്നും അറിയില്ല. ചിലപ്പോ സർപ്രൈസ് ആയിട്ടേക്കാരും വരിക. പെരുന്നാളാകുമ്പോഴത്തെ ചിലപ്പോ വരും. നാളെ അങ്ങനെ വന്നിക്കല്ലേ? നോമ്പിന് കൂട്ടുകാരനൊരു പത്തിരി ഉണ്ടാക്കണം പറഞ്ഞു അല്ലേ? കൂട്ടുകാരനൊരു പത്തിരി ഉണ്ടാക്കണം പറഞ്ഞു. എന്നിട്ട് ഗദ്ദിട്ട് എത്രയോ അതിന്റെ പെരീക്ക് കൊടുക്കാനാണ്. എത്രയോ ഉണ്ടാക്കി. എന്നിട്ട് ആരാ വരുന്നത്? കൂട്ടുകാരനല്ല വരുന്നത്, ഓനാണ് വരുന്നത്. ഞങ്ങൾക്ക് അറിയണേ, ഇമ്മാക്ക് അറിയില്ല. ഉമ്മാനെയും കൊണ്ട് ഞങ്ങള് ചിരിച്ചണൊക്കെ ഉണ്ട്. പക്ഷെ ഓൻ പിന്നെ ഞങ്ങളെയും പറ്റിച്ചു അല്ലേ? കാരണം എന്താ വെച്ചാല് ഞങ്ങൾ ഓനെ അവിടെ പോയി കാത്തുന്നു അറിയാതെ കേട്ടോ. ഇപ്പൊ വരാ നിങ്ങൾ പോയി കാത്തുന്നു.
കാത്തുന്നപ്പോ എന്താട്ടി നേരെ വജ്ജി കൂടെ വരാതെ വളഞ്ഞു കുടിച്ചത് ഇങ്ങനെ താഴത്തു കൂടെ വന്നു. അപ്പൊ ഞങ്ങളും ആകെ പറ്റിക്കപ്പെട്ടു. മറ്റേതാണല്ലേ ഞങ്ങൾ അറിഞ്ഞില്ല. ആ പക്ഷെ ഞങ്ങൾക്ക് അറിയേനി വരുന്നുണ്ട് ക്ലൂ എന്നിങ്ങനൊക്കെ നിങ്ങളെ മനത്തറിഞ്ഞാണ്ട്. പക്ഷെ ഉറപ്പില്ലേനി കേട്ടോ. ഉമ്മ എന്നിട്ട് അന്ന് ഇറച്ചി വാങ്ങാതെ ഒന്നും ഉണ്ടാക്കാതെ നിക്കുക ഞങ്ങൾ അറിയും വിചാരിച്ചിട്ടേ. പക്ഷെ ഞങ്ങൾക്ക് ചെറിയ ന്യൂസൊക്കെ ഇങ്ങനെ ഉമ്മാന്റെ ഭാവമാറ്റത്തിൽ ഇങ്ങനെ ചെറുതായി കിട്ടി. ഇനി ഇപ്രാവശ്യം ഇല്ലേ വരിക അറിയാൻ പറ്റൂല. ഇപ്രാവശ്യം പറയാതെ വരേക്കാട് ഇൻഷാ അല്ലാ. ഇപ്രാവശ്യം പെരുന്നാൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ അറിയണ്ട്. അതിന് മുന്നേ വരുമെന്ന് കരുത്താം. എല്ലാ പെരുന്നാൾക്കും അവിടെ എത്തലുണ്ട്. പറയണ്ട് വലിയെന്നാണ്ട് മുന്നേ വരുന്ന്. എന്നിട്ട് വേദന്ന് ചിക്കൻ മാത്രം തിന്ന അതിനാക്കിരിക്കാണ് ഇവിടെ. നിന്നുറങ്ങണ്ട ഇരുന്നങ്ങാട്ട്. പാക്ക് പെട്ടെന്ന് തരിപ്പ് പോട്ടോ. അതാണ് നമ്മ വാരി കൊടുക്കല്. ഇപ്പൊ അതിന്റെ തിന്നല് കഴിയണ ഒരു യുദ്ധം കഴിയണാതിരിയാണ് ഇപ്പാക്ക്. പോയോ പോകണത് വലിച്ചല്ലേ. ചിക്കൻ കഴിഞ്ഞ നമ്മളെ ചോറും കഴിയൂലടാ. ഇന്ന് സ്കൂളുണ്ട് കേട്ടോ. സ്കൂളുണ്ട് കേട്ടോ ഇന്ന്. ഇങ്ങനെ നമ്മളെ രണ്ടാമത്തെ പെരുന്നാളും രണ്ടാമത്തെ നോമ്പും ഇന്ന് തുടങ്ങി. നോൻപായേ അറിയ 9 മണി കഴിഞ്ഞിട്ടില്ലോ. ഇവിടെ നീയത്തൊക്കെ കേട്ടോ. എനിക്കും എന്റെ നോറ്റ് വീട്ടുവാൻ നീയത്തും വെച്ച് ഫാത്തിന പത്തോടി. കുറച്ചുകൂടി തിന്നേ. കുറച്ച് നിന്നോളി മോട്ടി. കൊറേ ചോറ് നിൽക്കുന്നുണ്ട്. അതോടൊക്കെ കുഴക്കില്ല. സ്കൂളും ഉണ്ട്. തല കറങ്ങി നിൽക്കും. തിന്നോളി. കുറച്ചുകൂടി മതി. ഫാത്തിഹ സൂറത്ത് ഓതിക്കോ. കയ്യോ നിങ്ങൾക്ക് വെള്ളമാണല്ലേ. നിങ്ങൾ കുറച്ച് മരുന്നുകൾ കുടിച്ചാണ്ട്. ഇപ്പാൻ്റെ മരുന്നും പെട്ടി വെള്ളം ചിന്തല്ലേ. എന്തിനാ മരുന്ന് അടിച്ചത്? തൈറോയിഡോ? പ്രഷർ, തൈറോയിഡ്, ബാലൻസ്. അല്ല വിറ്റാമിൻ്റെ ആണ്. എൻ്റെ ചോറേ കഴിഞ്ഞിട്ടോ. തിന്നാന്നല്ലാതെ വെച്ച ഞാൻ വെച്ചോട്ടെ. തലവേദൻ്റെ, പനിൻ്റെ, തൈറോയിഡിൻ്റെ കുടിച്ച വെള്ളം വേറെ കൊണ്ടുവരലാണ്. ഇവിടുത്തെ വെള്ളമല്ല ഉപയോഗിച്ച്.
ചൂടുവെള്ളം മിക്സ് ആക്കാം. എന്തുമാ ചാടിയ ഗുളിക? വെള്ളം ഇവിടെ വെച്ചിക്കണേന്. വെള്ളം നല്ലോണം കുടിച്ചണതോ. വെള്ളം തുള്ളി പ്ലാസ്കത്തെയും തുള്ളി പച്ചവെള്ളം എടുത്തോളാം. ചൂടുവെള്ളം ആകുമ്പോ കൊറേ കുടിച്ചാൻ വെക്കും. ചിപ്പാൻറ്റില്ലാതെ കഷ്ടമല്ലോ. കിട്ടിയോ? അപ്പൊ അങ്ങോട്ടും തിരിഞ്ഞിട്ടും ഇപ്പൊ തട്ടും. എന്റെ ഗുളിക ഇവിടെ കല്ലൊക്കെ തരിച്ചു തവ കുടിച്ച ഇത് ഉമ്മാന്റെ മരുന്നും പെട്ടി, അത് ഉപ്പാന്റെ മരുന്നും പെട്ടി. ഇന്നത്തെ കാലത്ത് ഗുളികയില്ലാത്തൊരു ആരാധന. കാപ്പി ഷുഗറിന്റെ നല്ല സാറായി അതിനേക്കാളും കാലത്തൊക്കെ ഒരു ചെറുപ്പമാണ്. അപ്പൊ കൊണ്ടുവന്നിട്ടില്ല എനിക്ക് ഗ്യാസ് അതായത് ഗുളികെല്ലാം പാരസെറ്റമോൾ ശരിയാകൂല. നമ്മളിവിടെ സ്റ്റോക്കൊക്കെ അല്ലാതെ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല റൂമിലല്ലോട്ടെ കടന്ന് ഞങ്ങള് കൊലയുമല്ലാണ് ഇപ്പൊ കടത്തി. കാരണം വെച്ചതിനോട് ഭയങ്കര ചൂട് കൂടി. ആ വെള്ളം കുടിച്ചു പോരി. ഫാനിട്ടോ ഫാനിട്ടിട്ടാണ് ഇങ്ങനെ ഈ വലിയ നിങ്ങക്ക് ഫാനെന്താ മൊത്തൊരു കണ്ടിട്ടേല് എപ്പോഴും മൊത്ത കഷ്ണം ഇടും. എന്നിട്ട് ആ എന്തോ സ്പീഡിൽ ഞങ്ങളെ ഫാനിൽ ഇറങ്ങണറിയോ. ഇതിപ്പോ ഞങ്ങളെ കഷ്ടി കുറിച്ചാണ് ഗുളിക. ഭയങ്കര തന്നെയല്ല. ഒന്നുണ്ട് പാരസെറ്റമോൾ. അര കുടിച്ചാൽ തലവേന്റെ കുടിച്ചല്ലോ. അര കുടിച്ച രണ്ടും കുടിച്ചാൽ പറ്റുമോ അറിയില്ല കേട്ടോ. മനുഷ്യനും ഉണ്ടാക്കി ഉണ്ടാക്കും. അതാ കുടിച്ച പാരസെറ്റാമോളും തലവേന്റെ ഗുളികയും കുടിച്ചാൽ പറ്റുമോ പറഞ്ഞു. രണ്ടും കുടിച്ചാൽ പറ്റുമോ? വെള്ളം കുടിച്ചാ തുള്ളി പച്ചവെള്ളം ചൂടുവെള്ളം അതിൽ എടുത്ത് ഫുള്ള് കുടിച്ച ഗ്ലാസ് വെള്ളം കുടിച്ചടാ. വെള്ളം നുള്ളു കുടിച്ചാന്നങ്ങനെ കട്ടി ബിസ്ക്കറ്റ്സ് ഉണ്ടേ. ഞങ്ങളിവിടെ ഇങ്ങനെ നിലത്ത് പായും ഇതും പിരിച്ച് കിടക്കല. ഇവിടെ നിറച്ച് കൊതുകുണ്ട്. ചൂടില്ല. നല്ല കൊതുകാളെ പുതപ്പ് പിരിച്ചിട്ട് പിരിച്ചണ്ടേ തട്ടിയിടുക. കുട്ടികളെ കറക്കുന്നു കേട്ടോ. ലൈറ്റ് കണ്ണ് തട്ടണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കഷ്ണം ഇട്ട് കൊടുത്തത്. ഉണത്തണ്ട കേട്ടോ. കറന്നോട്ടെ. എനിക്ക് അതിനിങ്ങനെ ഉണത്തേറ്റ് ഇങ്ങനെ വിഴുകിയിലെടുക്കണം. അപ്പോൾ എല്ലാവരും തീറ്റയും കഴിഞ്ഞാണ്ടുമ്പോ പാത്രമൊക്കെ ചരണ്ടി എടുക്കൽ തുടങ്ങി. പാത്രം പോകുന്നതാണ് ടാസ്കില്ലേ മാ. രാവിലെ പിന്നെ പണിയിക്കാലോ. കറി തുള്ളി കൂടി ഉണ്ട് അല്ലേ. നമ്മൾ ഇന്നലെ അപ്പുറത്തെ ചേച്ചിക്ക് ലേശം പത്തിരി കോഴിക്കറി കൊടുത്തു.
എണ്ണക്കടിയില്ലതൊക്കെ കൊടുത്തീന്. ഇനി ആർക്കെങ്കിലും കൊടുക്കാണ്ടോ? ഹിന്ദുക്കൾക്കാണ് അതിൻ്റെ ഇഷ്ടം, പത്തിരിനോടൊക്കെ പ്രത്യേകം. എന്താ എനിക്കുള്ള പാരസെറ്റാമോള് ജലദോഷം ഉണ്ടോ? ഗുളിക പേര് തലവേദനയാണ്. എന്ത് തലവേദന? ഉറക്കം വരുന്നില്ല. എന്താ ഒന്നല്ല എന്താ കുറുക്കനോ പട്ടിയൊക്കെ ഇങ്ങനെ ഓളിയാട്ടണം കേട്ടി നിങ്ങള്. കേട്ടീനോ? മേ വാതിലടക്കല്ലേ? പാത്രം കഴിക്കട്ടെ. നമുക്ക് അവിടെ വാഷ് ബേസ് ഇല്ല. വാഷ് ബേസിന്റെ സംഭവമൊക്കെ അവിടെ സെറ്റ് ആക്കിക്കണം, പക്ഷെ ഇല്ല. പാത്രം അങ്ങോട്ട് അതാ ഒറ്റച്ചാള ഫ്രിഡ്ജിന്റെ തന്നെ അതിനുള്ളിൽ കിടും. ഇത് സീനുണ്ടോ നോക്കാം. ഇവിടെ അപ്പോൾ ഇന്നത്തെ വെളിച്ചത്തേക്കുള്ളൂ. ഇനി കുറച്ചു നേരം ഖുർആനും ഓതുക, നിസ്കരിച്ച് അങ്ങനെയൊക്കെയാണ് അല്ലേ. നാളെ സ്കൂൾക്കും പോകണ്ടേ. സ്കൂൾക്ക് കാലയിൽ തന്നെ മടിയനാണ്. ഇന്ന് പോകാതൊക്കെ പറ്റില്ല കേട്ടോ, ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി കുറച്ചു നേരം ഉറങ്ങൂല. ചിലപ്പോൾ നേരം വെളുക്കാൻ നേരത്തൊന്നും കണ്ണുമായിരുന്നു. അപ്പം അടുത്തൊരു വ്ളോഗായിട്ട് തളിച്ച വ്ളോഗായിട്ട് പിന്നെയും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.